അത് നടക്കുന്നത് 1999 കാലഘട്ടത്തിലാണ്. നമ്മുടെ കഥാനായികയായ ബോറ ഒരു 17 വയസ്സുള്ള ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ബോറ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ യൂൻസുനെ തട്ടി വിളിച്ച് വേഗം റെഡിയാവ്, നിനക്ക് ഹാർട്ട് സർജറിക്ക് പോവേണ്ട ദിവസമല്ലേ ഇന്ന് എന്നെല്ലാം ചോദിക്കുമ്പോൾ യൂൻസു അതിൽ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ അതിനെന്റെ ഹാർട്ട് എന്റെ കയ്യിൽ ഉണ്ടെങ്കിലല്ലേ ഹാർട്ട് സർജറി ചെയ്യാൻ സാധിക്കുമെന്ന് ഇങ്ങനെ പറയാണ്. നീ എന്ത് പറയുന്നതെന്ന് മനസ്സിലാവാതെ ബോറ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം നടന്ന കാര്യം യൂൻസു പറയുന്നു. യൂൻസുവിന്റെ അമ്മ നടത്തുന്ന ടൈലറിംഗ് ഷോപ്പിലേക്ക് ഇന്നലെ ഒരു പയ്യൻ വന്നിരുന്നു. ആ പയ്യനെ കണ്ടപാടെ ഇവൾക്ക് അവനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അമ്മ കടയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അളവെടുത്താൽ മതിയോ എന്ന് ചോദിച്ച് അവൾ അവന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവളുടെ ഉള്ളിൽ ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവൾ പെട്ടെന്ന് ബാലൻസ് തെറ്റി വീഴാണ്. ആ സമയം അവളുടെ കയ്യിലുണ്ടായിരുന്ന സൂചി കുത്തി അവളുടെ കയ്യിൽ ചെറിയ മുറിവുണ്ടാവുന്നു. അവൾ അങ്ങനെ തറയിൽ വീണ് കിടക്കുമ്പോൾ ആ പയ്യനാണ് അയ്യോ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അടുത്തെത്തി എഴുന്നേൽപ്പിക്കുന്നത്. അവൻ അടുത്തെത്തുമ്പോഴൊക്കെ അവൾ അവന്റെ മുഖം തന്നെ നോക്കി നിൽക്കുന്നു. അവന്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അവൻ ഇട്ടിരിക്കുന്ന യൂണിഫോമിൽ നിന്ന് പേര് ഹ്യുൻജിൻ എന്ന് മനസ്സിലാക്കാം. എനിക്ക് അവനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു. അവനെ കണ്ടത് മുതൽ ഞാൻ വേറെ ഏതോ ലോകത്താണെന്ന് എനിക്ക് അവനെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു എന്നെല്ലാം യൂൻസു പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ പുതുതായി പഠിപ്പിക്കാൻ വന്ന മാക്സ് സാറിനോടല്ലായിരുന്നോ നിനക്ക് ക്രഷ് തോന്നിയത്? അത് കഴിഞ്ഞതേ ഈ സിനിമാ നടനോട്, ഇപ്പോ ഇവനോടാണോ എന്ന് ബോറ യൂൻസുവിനെ കളിയാക്കുമ്പോ അതുപോലൊന്നും അല്ല ഇത് വളരെ സീരിയസ് ആണ്. എനിക്ക് അവനെ ശരിക്കും ഇഷ്ടമായി. ഞാൻ സർജറിക്ക് പോകുന്ന ഗ്യാപ്പിൽ അവനെ ഞാൻ മിസ് ചെയ്യുവോ, അവൻ ഇനി എന്റെ കൈ വിട്ടു പോകുമെന്നൊക്കെ എനിക്ക് തോന്നുന്നത് എന്നെല്ലാം യൂൻസ് പറയുമ്പോൾ അവൾ ഒരുപാട് സീരിയസ് ആയിട്ടാണ് ഈ കാര്യം പറയുന്നത് എന്ന് മനസ്സിലാക്കുന്ന ബോറ ഈ ഒരു പയ്യനെ പറ്റി മാത്രം രണ്ടുപേർക്കും ഡിസ്കസ് ചെയ്യാനായും സർജറിക്ക് പോകുന്ന യൂൻസുവിന് ഈ പയ്യനെ പറ്റിയുള്ള അപ്ഡേഷൻസ് നൽകാനായും ഒരു പുതിയ മെയിൽ ID തുടങ്ങുകയും രണ്ടുപേർക്കും ഒരു പുതിയ ചാറ്റ് റൂം തുടങ്ങുകയും ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ എന്ന പാസ്വേഡ് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ ധൈര്യമായിട്ട് അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഞാൻ നിനക്ക് അപ്ഡേറ്റ് ചെയ്യാം, അവൻ നിന്റേത് തന്നെയാണെന്നൊക്കെ യൂൻസുവിനെ ബോറ സമാധാനിപ്പിച്ച് അവളെ സർജറിക്ക് US-ലേക്ക് യാത്രയാക്കുന്നു. ടൈലറിംഗ് ഷോപ്പിൽ വെച്ച് ആ പയ്യനെ കണ്ടപ്പോൾ അവൻ ധരിച്ചിരുന്ന യൂണിഫോമിൽ നിന്ന് ഇവർ പഠിക്കുന്ന അതേ ഹൈസ്കൂളിൽ തന്നെയാണ് അവൻ പഠിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കിയ യൂൻസു അതിനെപ്പറ്റിയും ബോറയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അടുത്ത അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ എക്സൈറ്റഡ് ആയി ആ പയ്യനെ കണ്ടെത്താനായി തന്നെയാണ് ബോറ സ്കൂളിലേക്ക് പോകുന്നത്. അവൾ അങ്ങനെ ബസ്സിലേക്ക് കയറി ഒന്ന് മര്യാദയ്ക്ക് നിൽക്കുന്നതിന് മുന്നേ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് അടിക്കുന്നു. അവൾ സൈഡിലിരുന്ന ഒരു പയ്യന്റെ ദേഹത്ത് ചെന്ന് വീഴുന്നുണ്ട്. പക്ഷെ ഒന്നും അറിയാത്ത രീതിയിൽ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. വീണ്ടും ഡ്രൈവർ ബ്രേക്ക് അടിക്കുമ്പോൾ അവൾ പിന്നെയും വീഴുമ്പോൾ ആ പയ്യൻ അവളെ താങ്ങി പിടിക്കുകയാണ്. അപ്പോഴും അവൾ അവന്റെ മുഖം നോക്കുന്നില്ല, പകരം ഡ്രൈവറിനെ ഇങ്ങനെ ബ്രേക്ക് അടിക്കുന്നതിനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അടുത്ത് ബ്രേക്ക് അടിക്കുമെന്നാവുമ്പോൾ ആ പയ്യൻ സ്വമേധയെ എഴുന്നേറ്റ് ഇവളെ സീറ്റിൽ പിടിച്ചിരുത്തുന്നു. ഇവള് വീണ്ടും വീഴുമെന്ന് അവൻ അറിയാലോ. ആ സമയത്താണ് ഇവൾ ആ പയ്യന്റെ മുഖവും അവന്റെ നെയിം ടാഗും കാണുന്നത്. ഇവളും യൂൻസും ഒക്കെ പുതുതായി പഠിക്കാൻ പോകുന്ന ആ ഒരു ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് ആണ് ഈ പയ്യൻ. അതിനപ്പുറം അവന്റെ പേര് ഹ്യുൻജിൻ എന്നാണ്. ഇവനെയാണ് യൂൻസു ടൈലറിംഗ് ഷോപ്പിൽ വെച്ച് കണ്ടതെന്ന് ബോറയ്ക്ക് മനസ്സിലാവുന്നു. അപ്പോൾ തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് അവൾ ഒരുപാട് സന്തോഷിക്കുകയാണ്. അവൾ അങ്ങനെ ബസ് ഇറങ്ങി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവനെ പിന്തുടർന്ന് പോകുമ്പോൾ സാർ അവളെ തടഞ്ഞ് ആ ഒരു സൈഡിലേക്ക് ബോയ്സും ഈ ഒരു സൈഡിലേക്കാണ് ഗേൾസും എന്ന് പറയുന്നു. അങ്ങനെ അവൾ ക്ലാസ്സിലെത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു സ്കൂളിൽ മിക്സഡ് അല്ല, ബോയ്സ് ഒരു ക്ലാസ്സിലും ഗേൾസ് മറ്റൊരു ക്ലാസ്സിലുമാണെന്ന്. ഷെടാ, അവനെ ഇനി ഞാൻ എങ്ങനെ പിന്തുടരുമെന്ന് അവൾ സങ്കടപ്പെടുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡന്റിൽ നിന്ന് ലഞ്ച് ഇന്റർവൽ ടൈമിൽ ബോയ്സും ഗേൾസും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കാനായി കഫറ്റീരിയയിലേക്ക് എത്തുന്നത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അവൾ ധൃതിയിൽ ഓടി ചെല്ലുന്നു. നോക്കുമ്പോ വിശപ്പ് കാരണമോ പരസ്പരം കാണാനുള്ള ആഗ്രഹം കാരണമോ എന്തോ ആൺകുട്ടികളും പെൺകുട്ടികളും ഇടിച്ച് തള്ളി കയറുകയാണ് കഫറ്റീരിയയിലേക്ക്. ഭക്ഷണമൊക്കെ വാങ്ങി അങ്ങനെ കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴെല്ലാം ബോറ നോക്കുന്നത് ഹ്യുൻജിനെ ആയിരുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹ്യുൻജിനെ പിന്തുടർന്ന് അവനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക എന്നതായിരുന്നു ബോറയുടെ പ്രധാന പരിപാടി. അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവന്റെ ഷൂസിന്റെ സൈസ്, അവൻ ബാസ്കറ്റ് ബോൾ നന്നായി കളിക്കുമെന്ന കാര്യം, അവൻ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഉള്ളതെന്ന കാര്യം, അവൻ സ്കൂളിൽ നല്ല പോപ്പുലർ ആയ ഒരു പയ്യനാണെന്ന കാര്യം. പക്ഷെ അത് വലിയ കാര്യമൊന്നുമല്ല, അവൻ അത്രയ്ക്ക് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ആ രീതിയിലില്ല എന്ന കാര്യം. അങ്ങനെ പല കാര്യങ്ങൾ അവൾ നോട്ട് ചെയ്ത് കുറിച്ച് വെക്കുന്നു. ഒരു ദിവസം അവൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവനെ പിന്തുടർന്ന് അവന്റെ വീട് പോലും ഇവൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവള് ക്ലാസ്സിലിരിക്കുമ്പോൾ ഗ്രൗണ്ടിൽ ഹ്യൂജിനും മറ്റ് സ്റ്റുഡൻസും കളിക്കുന്നത് കാണുന്നു. ആ സമയത്ത് ഹ്യൂജിൻ ഗ്രൗണ്ടിൽ വീഴുന്നത് കാണുന്ന ഇവൾ അറിയാതെ ആ ഒരു കാഴ്ചയിൽ സൗണ്ട് എടുക്കുകയാണ്. ടീച്ചർ എന്താ ഒരു സൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ സാർ എനിക്ക് വയറുവേദന എടുക്കുന്നു, എനിക്കിപ്പോ തന്നെ ഫസ്റ്റ് എയ്ഡ് റൂമിൽ പോകണമെന്ന് പറഞ്ഞ് ബോറ വേഗം തന്നെ സിക്ക് റൂമിലേക്ക് പോകുന്നു. കാരണം അവൾക്കറിയായിരുന്നു ഗ്രൗണ്ടിൽ വീണ് പരിക്കേറ്റ ജിന്നും അവന്റെ കൂട്ടുകാരനും അവിടെ കാണുമെന്ന്. അവളെ പ്രതീക്ഷിച്ച പോലെ തന്നെ അവർ
അവിടെയുണ്ട്. ഇവള് അവിടുത്തെ സാറിന്റെ അടുത്ത് വയറുവേദനയാണെന്ന് പറഞ്ഞ് ബെഡിൽ പോയി കിടന്ന് ഇവര് സംസാരിക്കുന്നത് ഒളിച്ച് കേൾക്കുകയാണ്. ഹ്യൂൻജിനും അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ വൂനും കൂടി സ്കൂളിൽ ഒരു ക്ലബ്ബിൽ ചേരുന്നതിനെ പറ്റി സംസാരിക്കുകയാണ്. ഇത് കേൾക്കുന്ന അവൾ ആ ക്ലബ്ബിൽ ചേരാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ക്ലബിന്റെ സെലക്ഷൻ ഓഡിഷൻ നടക്കുകയാണ്. ഓഡിഷനിൽ എന്തെങ്കിലുമൊക്കെ ടാലന്റുകൾ കാണിച്ചാൽ മതി. ബോറ അവൾക്ക് നന്നായി കരാട്ടെ അറിയാവുന്നത് കൊണ്ട് അതാണ് കാണിക്കുന്നത്. അവളുടെ പെർഫോമൻസ് കണ്ട് ജിൻ അന്തിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ സെലക്ഷൻ നടക്കുകയാണ്. പക്ഷെ ലാസ്റ്റ് വന്നപ്പോൾ രണ്ടുപേരുണ്ട്, ജിന്നും ബോറയും. രണ്ടുപേരെയും കൂടി സെലക്ട് ചെയ്യാനായി സാധിക്കില്ല. കാരണം ആ ക്ലബിൽ മെമ്പേഴ്സിന്റെ നമ്പറിന് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹ്യൂൻജിൻ സെലക്ഷൻ പാനൽ മെമ്പേഴ്സിന്റെ അടുത്ത് ഇത്രയും ടാലന്റഡ് ആയ ബോറയെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്റെ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുന്നു. അത് കേട്ട് ബോറ ഷോക്കാവുന്നു. ഇവനുണ്ടെങ്കിൽ ഇവന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമല്ലോ എന്ന് കരുതിയാണ് അവൾ ക്ലബിൽ ചേരാനായി ശ്രമിച്ചത് തന്നെ. എന്തായാലും അങ്ങനെ അവൾ സെലക്ടഡ് ആവുകയാണ്. ജിൻ ഇല്ലാത്ത സങ്കടം അവൾക്കുണ്ടെങ്കിലും ജിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ വൂൺ ക്ലബിൽ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇവൻ വഴി ഹ്യൂജിനെ പറ്റി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് അവള് കണക്ക് കൂട്ടുന്നു. അവൾ വൂണിന്റെ അടുത്ത് ചെന്ന് നമുക്ക് രണ്ടുപേർക്കും ടീമായാലോ, ക്ലബിലെ ടീമായിട്ടല്ലേ വർക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ അങ്ങ് പോകുന്നു. പക്ഷെ ഇവൾ യൂൺസൂന് വേണ്ടി ഹ്യൂജിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായി വൂണിന്റെ പിറകെ നടക്കാണ്. അങ്ങനെ അവനെ പിന്തുടരുമ്പോൾ അവൻ ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്ന് ഫോൺ ചെയ്യുന്നത് കാണുന്നു. അവൻ ഏത് നമ്പറാണ് ഡയൽ ചെയ്യുന്നതെന്ന് ഇവള് ശ്രദ്ധിക്കുകയാണ്. കാരണം വിളിക്കുന്നത് ജിന്നിനെ ആകാനാണ് ചാൻസ് എന്ന് അവള് കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ അവൾ എല്ലാ നമ്പറും ശ്രദ്ധിക്കുന്നു. പക്ഷെ ലാസ്റ്റത്തെ നമ്പർ മാത്രം അവൾക്ക് ഒരാൾ ഇടയിൽ കയറി വന്നതുകൊണ്ട് കാണാനായി സാധിച്ചില്ല. എങ്കിലും വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ അവൾ അന്ന് വൈകിട്ട് ഒരു ടെലിഫോൺ ബൂത്തിലേക്ക് ചെന്ന് ഓർമ്മയുള്ള നമ്പറുകളെല്ലാം അടിച്ചു കൊടുത്ത് ലാസ്റ്റ് നമ്പർ ഓരോന്ന് റാൻഡമായി ഗസ് ചെയ്ത് അടിച്ച് ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഹലോ ജിന്നാണോ എന്ന് ചോദിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ അവൾ ഒരു 8 കോളോളം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇനി 2 നമ്പറും കൂടിയേ ട്രൈ ചെയ്യാനായുള്ളൂ. കയ്യിലാണെങ്കിൽ ഇനി ഒരു കോൾ ചെയ്യാനുള്ള കോയിനുമേ ഉള്ളൂ. അവള് സർവ്വ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ഒരു നമ്പർ ഡയൽ അങ്ങ് ചെയ്യുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരു പയ്യനാണ്. ഹലോ ജിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതെ എന്ന് പറയുന്നു. ഇവൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഒരു റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് പറഞ്ഞാൽ അത് ഉടനെ പ്ലേ ചെയ്യുന്നതായിരിക്കുമെന്ന് ബോറ പറയുമ്പോൾ അവന് ഇഷ്ടമുള്ള പാട്ട് പറയുന്നു. അങ്ങനെ ഇവന്റെ ഫേവറേറ്റ് പാട്ട് ബോറ മനസ്സിലാക്കുന്നു. അടുത്തതായി ഇവന്റെ മറ്റു ചില ഡീറ്റെയിൽസ് അവൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവൻ ആ ഡീറ്റെയിൽസ് പറയാതെ ഇത് ബോറയല്ലേ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്നതും ഇവള് ഷോക്കായി കോൾ കട്ട് ചെയ്യുന്നു. അടുത്ത ദിവസം ബോറയെ കാണുന്ന വൂൻ നീയല്ലേ ഇന്നലെ എന്ന് ചോദിക്കുമ്പോഴേ അവള് ഞാനല്ല എന്ന് പറയുന്നു. അതോടെ ഇവൻ കൺഫേം ആക്കാണ് ഇവള് തന്നെയാണ് വിളിച്ചതെന്ന്. ഓഹോ, അപ്പോ നീയായിരുന്നല്ലേ ഹ്യൂൻജിൻ ആണെന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചത് എന്ന് ചോദിക്കുന്ന അവൾ നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ അവനെ കൂടുതൽ അറിയാനെന്ന് ബോറ ചോദിക്കുന്ന സമയം ഞാൻ നിന്നെ സഹായിക്കാം, പകരം നീ എനിക്ക് നിന്റെ അച്ഛൻ നടത്തുന്ന കാസറ്റ് കടയിൽ നിന്ന് ഒരു DVD എടുത്ത് തരണമെന്ന് പറയുന്നു. അവൾ അതിന് സമ്മതിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ആവശ്യപ്പെടുന്നത് ഒരു മോശ ചിത്രത്തിന്റെ വീഡിയോ ആയിരുന്നു. യുൻസുവിന്റെ കാര്യം ഓർത്ത് അതും അവന് എടുത്തു കൊടുക്കാനായി തയ്യാറായി. അങ്ങനെ അച്ഛനറിയാതെ അച്ഛന്റെ കടയിൽ പമ്മി കയറി ആ കാസറ്റ് മോഷ്ടിച്ച് അത് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു. വൂനിന് കൊടുക്കാനാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അന്നത്തെ ദിവസം ബോറയുടെ നിർഭാഗ്യവശാൽ ടീച്ചർ ബാഗുകൾ ചെക്ക് ചെയ്യുന്ന ദിവസമായിരുന്നു. അങ്ങനെ പല സ്റ്റുഡൻസിന്റെ ബാഗിൽ നിന്ന് പല സാധനങ്ങളും കണ്ടെത്തുന്നു. സ്കൂളിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത മേക്കപ്പ് സാധനങ്ങൾ, കഴിക്കുന്ന സാധനങ്ങൾ, അങ്ങനെ പലതും. ബോറയുടെ ബാഗിൽ നിന്ന് ഈ കാസറ്റ് കാണുന്ന സാറ് ഷോക്ക് ആവുകയാണ്. എന്തായാലും പണിഷ്മെന്റ് ആയി കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങനെ പൊക്കി പിടിച്ച് മുട്ടുകുത്തി നിൽക്കാനായി സാർ ഇവരോട് ആവശ്യപ്പെടുന്നു. ബോറ ഇങ്ങനെ മറ്റു പെൺകുട്ടികളെല്ലാം ഭക്ഷണ സാധനങ്ങളോ മേക്കപ്പ് സാധനങ്ങളോ ഒക്കെ ആയിരുന്നു പിടിച്ചോണ്ട് നിന്നത്. ബോറ മാത്രമാണ് ഇങ്ങനെ ഒരു കാസറ്റും പിടിച്ചു നിന്നത്. എന്തായാലും ആ കാഴ്ച കണ്ടെത്തുന്ന വൂൻ അവളെ നന്നായി കളിയാക്കി ചിരിച്ച് ആ കാസറ്റ് വാങ്ങി അങ്ങ് പോവാണ്. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒപ്പം തന്നെ അന്ന് രാത്രി ഗ്രൗണ്ട് ക്ലീൻ ചെയ്യാനുള്ള പണിഷ്മെന്റും അവൾക്ക് സാറ് നൽകിയിട്ടുണ്ടായിരുന്നു. വൂനിനെ മനസ്സിൽ പ്രാഗിക്കൊണ്ടാണ് അവൾ അത് ചെയ്യുന്നത്. എന്തായാലും വൂൻ വാക്ക് കൊടുത്തതുപോലെ തന്നെ ഇന്നുമായി ബോറയുടെ കാസറ്റ് ഷോപ്പിലേക്ക് ചെല്ലുന്നു. അവിടെ വെച്ച് ഇന്നിന്റെ പേജർ നമ്പർ ബോറയ്ക്ക് വേണമെന്ന് മനസ്സിലാക്കുന്ന വൂൻ ഇവിടെ ഒരു പുതിയ ഓഫർ ഉണ്ട്, പേജർ നമ്പർ കൊടുത്താൽ ഒരു കാസറ്റ് എടുക്കുമ്പോൾ മറ്റൊരു കാസറ്റ് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നിന്റെ പേജർ നമ്പർ ബോറയ്ക്ക് കിട്ടുന്നു. അവള് വളരെ ഹാപ്പി. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ബോറ വൂനിന്റെ കൂടെ സ്കൂളിൽ നിന്നൊക്കെ ഫീൽഡ് വിസിറ്റിന് പോകുന്ന സമയത്തും അവനിൽ നിന്ന് ഇന്നിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായി നോക്കുന്നു. ഫേവറേറ്റ് സിനിമ ഏതാ, ഫേവറേറ്റ് ഫിലിം സ്റ്റാർ ആരാ എന്നിങ്ങനെ പല പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനൊക്കെ വൂൻ ഉത്തരം കൊടുക്കുന്നു. പക്ഷെ പിന്നീടാണ് ബോറയ്ക്ക് മനസ്സിലാവുന്നത് ഈ പറയുന്നതെല്ലാം അവന്റെ ഫേവറേറ്റ്സ് ആണ്, ഹ്യുൻജിന്റേതല്ല എന്ന്. ബോറ വൂനിട്ട് ഒരു ഇടി കൊടുത്തിട്ട് എനിക്ക് നിന്റെ അല്ല അവന്റെ കാര്യം അറിയണ്ടെന്ന് പറയുമ്പോൾ വൂൻ വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ നീ ഇപ്പൊ അതൊക്കെ വിട്, ഈ ഒരു ക്യാമറ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് പഠിക്കും, ഇത് നമ്മുടെ ക്ലബിന് വളരെ ആവശ്യമുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞ് അവളെ ക്യാമറ ഒക്കെ യൂസ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. ആ സമയത്ത് ഇവൻ ഇങ്ങനെ അടുത്ത് നിന്ന് ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നത് എന്തുകൊണ്ടോ അവൾക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയി തോന്നുന്നു. അവൾ ശരി ശരി മതി നീ പൊക്കോന്നൊക്കെ പറഞ്ഞ് അവനെ മാറ്റിവിടാണ്. അതിനുശേഷം ആ ക്യാമറയിലൂടെ അവിടെ നിൽക്കുന്ന ഹ്യുൻജിനെ നോക്കുന്നു. അല്പം കഴിഞ്ഞ് ക്യാമറ തിരിച്ച് വൂനിനെ തന്നെ നോക്കി നിൽക്കാണ്. അവൾ ആദ്യമായി വൂനിനെ ശ്രദ്ധിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ അന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു അടി നടക്കുന്ന കാര്യം അറിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്ന ബോറ അവിടെ കാണുന്നത്
മറ്റേതോ സ്കൂളിലെ കുറച്ച് പയ്യന്മാര് ജിന്നിനെ വളഞ്ഞിരിക്കുന്നതാണ്. ആ പയ്യന്മാരിൽ ഒരുത്തന്റെ ഗേൾ ഫ്രണ്ട് ജിന്നിനോട് സംസാരിച്ചു എന്ന കാര്യം പറഞ്ഞാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഹ്യുൻജിനാണെങ്കിൽ ഇവന്മാരുടെ വിരട്ടല് കേട്ട് പേടിക്കാതെ ആ പെണ്ണിനോട് നിന്റെ ബോയ് ഫ്രണ്ട് ഒരു മൊക്കയാണല്ലോ, നിനക്ക് തീരെ സെലക്ഷൻ ഇല്ല എന്നെല്ലാം പറഞ്ഞ് കളിയാക്കുന്നു. ഈ സമയത്ത് ജിന്നിനെ ആ പയ്യനെ അടിക്കാനായി തുടങ്ങുമ്പോൾ ഉടനെ അവൻ തെറിച്ചു വീഴുന്നു. നോക്കുമ്പോൾ അവിടേക്ക് എത്തിയ ബോറ അവളുടെ കരാട്ടെ പ്രയോഗിച്ചതാണ്. ഇടീ വെറുതെ വിടിലടി എന്നും പറഞ്ഞ് ആ പയ്യനും അവന്റെ കൂട്ടുകാരും ബോറയെ ആക്രമിക്കാനായി വരുമ്പോൾ വൂൻ ബോറയുടെ കൈ പിടിച്ചു വലിക്കുന്നു. ബോറ ജിന്നിന്റെ കൈ പിടിച്ചു വലിച്ച് ഓടുകയാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ഓടി അവന്മാരിൽ നിന്ന് രക്ഷപ്പെടാനായി പോലീസുകാർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ചെന്നിരിക്കുന്നു. ഇവന്മാരാണെങ്കിൽ ഇപ്പോ അടുത്തേക്ക് ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാല് പണി പാളുമെന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഈ സമയത്താണ് ഇപ്പോഴും വൂൺ തന്റെ കൈ പിടിച്ചിരിക്കുന്ന കാര്യം ബോറ ശ്രദ്ധിക്കുന്നത്. അവൾ വേഗം തന്നെ കൈ തട്ടി എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ എന്തിനാ അവന്മാരൊക്കെ ആയിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ് അവളുടെ കാലിൽ വേദന വരുന്നത്. മുന്നേ അടി നടത്തുന്നതിന്റെ ഇടയിൽ അവളുടെ കാലിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി കാലിൽ ഫസ്റ്റ് എയ്ഡ് ഒക്കെ വെച്ച് അച്ഛന്റെ കൂടെ വീട്ടിലേക്ക് പോവാണ്. അടുത്ത ദിവസം അവൾ സ്കൂളിലുള്ള സമയം വണ്ടിയുമായി എത്തി ഹ്യുൻജിൻ അവള് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. അവള് പോകും വഴി ഇതേ ഇങ്ങോട്ട് തിരിയണം എന്റെ വീട്ടിലേക്ക് പോകാനെന്ന് പറയുമ്പോൾ അവൻ എനിക്ക് തിരിയാനും വളയാനും ഒന്നും അറിയില്ല, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് നേരെ പോകാമെന്ന് പറഞ്ഞ് അവളുമായി ഒരു സ്ഥലത്ത് ചെന്ന് അവളെ അവിടെ അവൻ പ്രപ്പോസ് ചെയ്യാണ്. ഇവൾ ഇത് കേട്ട് വല്ലാതെ ഷോക്കാവുന്നു. താൻ ഇവനെ ശ്രദ്ധിക്കുന്നത് തനിക്ക് ഇവനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് ഇവൻ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലാക്കുന്ന അവൾ അങ്ങനെ ഒരു ഇഷ്ടം തനിക്കില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാം എന്ന് അവനോട് പറയുന്നു. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കാനായി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. തുടർന്ന് ഇവർ മറ്റൊരു വണ്ടി വിളിച്ച് ഈ വണ്ടി അതിൽ കയറ്റി അതിൽ കയറി പോവാണ്. നേരം കുറച്ച് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഇവൾക്കാണെങ്കിൽ വിശക്കുന്നു. അതുകൊണ്ട് ഇവൻ അവളെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. ആ റെസ്റ്റോറന്റിൽ വൂൺ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ട്. വീണ്ടും റെസ്റ്റോറന്റിൽ വെച്ചും ഹ്യുൻജിൻ അവളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവള് നീ കാണുന്ന പോലൊന്നുമല്ല, ഞാൻ ആളത്ര ശരിയല്ല, എനിക്കൊരു വൃത്തിയും വെടുപ്പും ഇല്ല, അങ്ങനെ ഇങ്ങനെയാണെന്ന് അവളെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ അവനോട് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറഞ്ഞ് അവളെ വീണ്ടും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അത് കേട്ട് ഇറിറ്റേറ്റഡ് ആയി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഇത് വൂൺ ശ്രദ്ധിക്കുന്നു. ഇതേ സമയം തിരിച്ചു പോയ ബോറ അവളുടെ വാക്കിംഗ് സ്റ്റിക്ക് എടുത്തില്ല, ബാൻഡേഡ് അഴിഞ്ഞു കിടക്കുകയാണ് എന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് റോഡ് സൈഡിൽ ഇരുന്ന് ബാൻഡേഡ് കെട്ടുമ്പോൾ അവിടേക്ക് അവളുടെ വാക്കിംഗ് സ്റ്റിക്കുമായി വൂൺ എത്തുന്നു. അവൻ അവളുടെ ബാൻഡേഡ് കെട്ടിക്കൊടുക്കുന്നതിന്റെ ഇടയിൽ നിനക്ക് ഹ്യുൻജിന് ഇഷ്ടമാണെന്ന് ഞാൻ കരുതിയത് എന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ഒരിക്കലും അവനോട് അങ്ങനെ ഒരു ഇഷ്ടമില്ല, പിന്നെന്തിനാ നീ അവന്റെ പുറകെ നടന്നതെന്ന് വൂൺ തിരക്കുമ്പോൾ അത് ഒരു താല്പര്യം മാത്രമല്ല, അത് ഇഷ്ടമൊന്നുമല്ല, ഇഷ്ടവും താല്പര്യവും രണ്ടാണെന്നൊക്കെ അവള് പറയാണ്. തന്റെ കൂട്ടുകാരിക്കാണ് ഹ്യുൻജിനെ ഇഷ്ടമെന്ന കാര്യം അവൾ ഇവിടെ വ്യക്തമാക്കുന്നില്ല. എന്തായാലും വൂൺ തിരിച്ചു പോകുന്ന സമയത്ത് അവൾ മനസ്സിലാക്കുന്നുണ്ട് അവളുടെ ഉള്ളിൽ വൂനിനോട് പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന്. അങ്ങനെ അവൾ ഈ കാര്യം യുൻസുവിന് മെയിൽ അയക്കുന്നു. പക്ഷെ ഒരു ഇഷ്ടം ഒരാളോട് തോന്നുന്നു എന്നതല്ലാതെ ആൾ ആരാണെന്ന് വ്യക്തമായി എഴുതുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇവരുടെ ഹൈസ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുപോകുന്നു. തന്റെ കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് വളരെയധികം യൂൺസു എൻജോയ് ചെയ്യുന്നുണ്ട്. കൂടാതെ അവിടെ വെച്ച് ഹൃദയത്തിന് നല്ലതാണെന്ന് പറഞ്ഞു ഒരാൾ ഒരു ഫ്രൂട്ട് എക്സ്ട്രാക്ട് ഡ്രിങ്ക് വിൽക്കുന്നത് കാണുന്ന ബോറ അത് വാങ്ങാനായി നോക്കുമ്പോൾ അവളുടെ കയ്യിലുള്ള കാശ് തികയുന്നില്ല. അവൾ ഇത് യൂൺസുവിന് വേണ്ടിയാണല്ലോ വാങ്ങുന്നത്. അവൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോൾ ഹിൻജിൻ അതിന്റെ ബാക്കി ക്യാഷ് അടച്ച് അവൾക്ക് അത് വാങ്ങിക്കൊടുക്കുന്നു. പക്ഷെ ഇത് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവനെ മാറ്റി നിർത്തിയിട്ട് നീ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നോട് ഇങ്ങനെ പെരുമാറിയാൽ എല്ലാവരും നമ്മൾ റിലേഷനിലാണെന്ന് തെറ്റിദ്ധരിക്കും, എനിക്ക് അതിനോട് താല്പര്യമില്ല, എനിക്ക് ഒരിക്കലും നിന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല എന്നെല്ലാം ദേഷ്യപ്പെടുമ്പോൾ പക്ഷെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ വീണ്ടും പറയുന്നു. വീണ്ടും അവൾക്ക് ദേഷ്യം വരുന്നു. ഈ ലോകത്തെ അവസാന പയ്യൻ നീയാണെങ്കിൽ പോലും എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അവള് പിണങ്ങി പോകുന്നതൊക്കെ ദൂരെ നിന്ന് വൂൺ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നൈറ്റ് ഗേൾസ് എല്ലാം ടീച്ചർ വന്ന് നോക്കുമ്പോൾ അവരുടെ റൂമിൽ ഉറങ്ങിയതുപോലെ കിടന്ന് ടീച്ചർ പോയി കഴിയുമ്പോൾ എഴുന്നേറ്റിരുന്ന ഡ്രിങ്ക്സ് അടിക്കാണ്. ബോറയും നന്നായി തന്നെ ഡ്രിങ്ക്സ് അടിക്കുന്നു. ഈ സമയത്ത് ഇവരുടെ ജനാല വഴി മുകളിൽ സ്റ്റേ ചെയ്യുന്ന ഇവരുടെ തന്നെ ക്ലാസ്സിലെ ബോയ്സ് ഡ്രിങ്ക്സ് മോഷ്ടിക്കുന്നത് ശ്രദ്ധിക്കുന്ന ബോറ അവരെ ചീത്ത പറയാനായി പോകുന്നു. പക്ഷെ അവൾ റൂം മാറി ചെന്ന് കയറുന്നത് വൂനിന്റെ റൂമിലാണ്. ഇവളാണെങ്കിൽ അവിടെ വെച്ച് ബഹളം വെക്കാനായി തുടങ്ങുമ്പോൾ അത് കേട്ട് ടീച്ചർ വരാതിരിക്കാനായി ഇവൻ അവളെ റൂമിൽ കയറ്റാണ്. ഈ സമയത്ത് നല്ല കിറങ്ങിയിരിക്കുന്ന ബോറ അവന് വളരെ ക്ലോസ് ആയി ടച്ച് ചെയ്യുന്നു. ആ സമയത്ത് അവനും അവളുടെ അടുത്തേക്ക് ക്ലോസ് ആയി വരുന്നുണ്ട്. എന്തായാലും പിന്നീട് എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. അടുത്ത ദിവസം ഗേൾസ് ഡ്രിങ്ക്സ് അടിച്ച കാര്യം മനസ്സിലാക്കുന്ന സാർ അവർക്ക് പണിഷ്മെന്റായി ബീച്ച് ക്ലീൻ ചെയ്യാനായി ഏൽപ്പിക്കുന്നു. ക്ലീനിങ്ങിന്റെ ഇടയിലും ബോറയുടെ കണ്ണ് തെരയുന്നത് വൂനിനെ ആയിരുന്നു. അവളിങ്ങനെ വൂനിനെ തന്നെ നോക്കി നിൽക്കുന്നത് ഹിൻജിൻ ശ്രദ്ധിക്കുന്നു. എന്തായാലും 3 പേരും കൂടി അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നു. പിന്നീട് ഈ ഫോട്ടോ യുൻസുവിന് അയച്ചു കൊടുക്കുകയാണ് ബോറ. അങ്ങനെ പിന്നീട് ഒരു ദിവസം അവൾ അച്ഛന്റെ ഷോപ്പിലിരിക്കുന്ന ടൈം അവിടേക്ക് എത്തുന്ന വൂൻ ഓപ്പോസിറ്റായി പുതുതായി തുടങ്ങിയ ഐസ്ക്രീം ഷോപ്പിലാണ് താനിപ്പോൾ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നതെന്ന കാര്യം പറഞ്ഞിട്ട് പോവാണ്. എന്തായാലും അതോടെ ഇവനെ ഇവിടെ വെച്ച് വായി നോക്കാമല്ലോ എന്ന കാര്യത്തിൽ ബോറ ഹാപ്പി ആകുന്നു. അവള് പിന്നീട് അങ്ങനെ അവനെ നോക്കിയിരിക്കുന്നത് കാണുന്ന അവനും സന്തോഷത്തോടെ അവളെ തിരിച്ചു നോക്കാണ്. അങ്ങനെ പിന്നീട്
വൈകിട്ട് വൂനിനെ കാണാനായി തന്റെ ബ്രദറിന്റെ കൂടെ റോഡിൽ നിന്ന് അവൾ ഷട്ടിൽ കളിക്കുമ്പോൾ അത് കണ്ടെത്തുന്ന വൂൻ ഇവരോട് സംസാരിക്കുന്നു. ഒപ്പം തന്നെ ഇവർക്ക് ഐസ്ക്രീമും കൊടുക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അനിയനെ അകത്തേക്ക് പറഞ്ഞുവിട്ട് ഇവള് തനിയെ വൂനിന്റെ കൂടെ സംസാരിക്കുകയാണ്. ഈ ടൈമിൽ വൂനിനും ഒരു ചെറിയ അനിയനുള്ള കാര്യം അവള് മനസ്സിലാക്കുന്നു. കൂടാതെ ഇവൾക്ക് പ്ലംസ് ഇഷ്ടമാണെന്ന കാര്യം മനസ്സിലാക്കുന്ന അവൻ തന്റെ വീട്ടിൽ ഒരുപാട് പ്ലംസ് ഉണ്ടെന്ന് പറഞ്ഞ് അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. പോകും വഴി അവൻ തന്റെ കുടുംബത്തെ പറ്റി പറയുന്നു. അമ്മയും അച്ഛനും സെപ്പറേറ്റഡ് ആയവരാണ്. തന്റെ 5 വയസ്സുള്ള അനിയൻ അമ്മയുടെ കൂടെ ന്യൂസിലൻഡിലാണ്, താനും അവിടെയായിരുന്നു, പക്ഷെ ഇപ്പൊ അച്ഛന്റെ കൂടെ ഇവിടെ നിൽക്കുകയാണ് എന്നെല്ലാം അവൻ പറഞ്ഞ് അവൾക്ക് പ്ലംസ് ഒക്കെ പറിച്ചു കൊടുക്കുന്നു. അവൾ വളരെ എക്സൈറ്റഡ് ആയി പ്ലംസ് കഴിക്കുന്നത് കണ്ട് ഇവൻ സന്തോഷിക്കുകയാണ്. അല്പം കഴിഞ്ഞ് രണ്ടുപേരും കിസ് ചെയ്യാനായി വരുന്ന സമയത്ത് പെട്ടെന്ന് അവളുടെ തലയിൽ ഒരു പ്ലംസ് വീണ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. രണ്ടുപേർക്കും ആ ഒരു കാര്യത്തിൽ ചിരി അടക്കാൻ സാധിച്ചില്ല. അങ്ങനെ എന്തായാലും തിരിച്ച് ബോറെ അവളുടെ വീടിന്റെ അവിടെ ഡ്രോപ്പ് ചെയ്യാനായി പോകുന്ന വൂൻ അവൾക്ക് ഒരു കൊട്ട നിറയെ പ്ലംസ് കൊടുക്കുന്നുണ്ട്. അവളാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ അവിടെ അങ്ങനെ മടിച്ചു നിന്ന് അകത്തേക്ക് കയറാനായി പോകുമ്പോൾ പെട്ടെന്ന് അവൻ അവളെ തടഞ്ഞു വെച്ച് ഒരു കിസ് കൊടുത്ത ശേഷം വീക്കെൻഡിൽ കാണാമെന്ന് പറയുന്നു. അങ്ങനെ പരസ്പരം കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞ് വീക്കെൻഡ് ആകാനായി രണ്ടുപേരും കാത്തിരുന്നു. ഒടുക്കം വീക്കെൻഡ് ആകുമ്പോൾ വൂനിനെ കാണാനായി ബോറ അവന്റെ ഐസ്ക്രീം ഷോപ്പിലേക്ക് പോകുന്ന സമയം റോഡിൽ വെച്ച് ഹേജുനെ കാണുന്നു. അവനും ഇവളുടെ കൂടെ അങ്ങോട്ടേക്ക് പോവാണ്. ഒപ്പം ഷോപ്പിലെത്തി ഐസ്ക്രീം ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സമയത്ത് അവളുടെ ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഐസ്ക്രീം ഇവൻ കൈയും കൊണ്ട് തുടയ്ക്കാനായി വരുമ്പോൾ വൂൻ ഉടനെ ടിഷ്യൂ കൊണ്ട് കൊടുത്ത് ആ ഒരു സംഭവം തടയാണ്. കൂടാതെ അവിടെ ഇരുന്ന് ഇവളെ തന്നെ നോക്കുന്നു. ഒരേ ടൈം ഹ്യുൻജിനും വൂനും പരസ്പരം ഇടിച്ച് ബോറെ ഇംപ്രസ് ചെയ്യാനായി നോക്കാണ്. ഈ ടൈമിലാണ് അവിടേക്ക് യുൻസു എത്തുന്നത്. അവളെ കണ്ടപാടെ ബോറ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്. ഒപ്പം തന്നെ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അവളൊരു സർജറിക്ക് വേണ്ടി US പോയിരിക്കായിരുന്നു എന്നെല്ലാം ഇവന്മാരെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് ബോറയും യുൻസും സംസാരിക്കുന്ന സമയത്താണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. അവൾക്ക് ആള് മാറിപ്പോയി. അവൾ കരുതിയത് ഹ്യുൻജിനെയാണ് യുൻസു കണ്ട് ഇഷ്ടപ്പെട്ടത് എന്നല്ലേ, പക്ഷെ യഥാർത്ഥത്തിൽ അന്ന് യുൻസുവിന്റെ ഷോപ്പിലേക്ക് ഹിൻജിന്റെ കോട്ടിട്ട് അവിടേക്ക് എത്തിയത് വൂനായിരുന്നു. അതുകൊണ്ട് ഇവൾ വൂനിന്റെ മുഖം കണ്ടാണ് ഇഷ്ടപ്പെട്ടത്, പക്ഷെ നെയിം ടാഗ് ഹിൻജിന്റേതായിരുന്നു. ഈ കാര്യം മനസ്സിലാക്കുന്ന ബോറ ആകെപ്പാടെ സങ്കടത്തിലാവുന്നു. കാരണം അവളും വൂനിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. താനും തന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഒരാളെയാണ് ഇഷ്ടപ്പെട്ടതെന്ന കാര്യം അവളെ വല്ലാതെ സങ്കടത്തിലാക്കുന്നു. അവള് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ വൂനിനെ അവോയ്ഡ് ചെയ്യാണ്. അത് അവനും മനസ്സിലാകുന്നു. അവനുമായി മൂവി കാണാനായി ഫിക്സ് ചെയ്തിരുന്ന ദിവസം ഇവള് പോകാതെ അങ്ങോട്ടേക്ക് യുൻസുവിനെ പറഞ്ഞു വിടുന്നു. പിന്നീട് അവൻ പേജറിൽ മെസ്സേജ് അയക്കുമ്പോൾ ഇവൾ അതിന് റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നേ ഇല്ല. ഇവൾ ഇടയ്ക്ക് യുൻസുവിനോട് കാര്യങ്ങൾ പറയാമെന്ന് കരുതുന്നുണ്ട്. പക്ഷെ അവളുടെ സർജറിയുടെ ആ ഒരു പാട് കാണുന്ന അവൾക്ക് അത് പറയാനായി തോന്നുന്നില്ല. കാരണം സങ്കടമായാലോ എന്ന പേടി. ഒരു ദിവസം ബോറ അവളുടെ വീടിന്റെ അടുത്തുള്ള ബൂത്തിൽ ചെന്ന് നിന്ന് വൂനിനെ കോൾ ചെയ്യുന്നു. അവൻ നീ 10 വരെ എണ്ണ് എന്നവളോട് പറയുമ്പോൾ അവൾ അങ്ങനെ എണ്ണാണ്. പക്ഷെ എണ്ണി തീരുന്നതിന് മുന്നേ അവൻ ഓടിക്കിതച്ച് അവളുടെ അടുത്തെത്തുന്നു. അവൻ പുതുതായി വാങ്ങിയ മൊബൈൽ കാണിച്ചിട്ട് ഇനി ഇതിലേക്ക് നീ വിളിച്ചാൽ മതി എന്നെല്ലാം പറഞ്ഞ ശേഷം അവന്റെ ഉള്ളിൽ അവളോടുള്ള ഇഷ്ടം തുറന്നു പറയാണ്. പക്ഷെ അവൾ അങ്ങനെ ഒരു ഇഷ്ടം അവൾക്ക് അവനോട് തിരിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി പോകുന്നു. ആ ഒരു കാര്യം അവനെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു. ഇവനെ ആദ്യമായി കാണുന്നത് ഹ്യുൻജിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതിനു ശേഷമാണെങ്കിൽ പോലും ഇവളെ ആദ്യമായി കണ്ടത് അന്നായിരുന്നില്ല. അതിന് എത്രയോ നാളുകൾക്ക് മുന്നേ വൂൻ ബോറയെ കണ്ടിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ആദ്യമായി ഇവരുടെ കാസറ്റ് ഷോപ്പിൽ വെച്ചാണ്. പിന്നീട് ഇവൾ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് ബസ്സിൽ കയറുന്ന സമയത്തും ഇവളിങ്ങനെ ബസ്സിന്റെ പുറകെ ഓടുന്നത് ഇവൻ കണ്ട് ഡ്രൈവറിനോട് പറഞ്ഞതുകൊണ്ടാണ് ബസ് നിർത്തിയത്. അതിനുശേഷം അന്ന് സിക്ക് റൂമിൽ ഇവർ സംസാരിക്കുന്നത് ഇവൾ ഒളിച്ചു കേൾക്കുന്നതും ഇവൻ കണ്ടിരുന്നു. ഇവളെ കാണുന്ന ഓരോ സമയവും ഇവൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇവളാണെങ്കിൽ ഹ്യുൻജിനെ പറ്റി മാത്രം തിരക്കുന്നത് കൊണ്ട് അവൾക്കിനി ഹ്യുൻജിനോടാണോ ഇഷ്ടമെന്ന സംശയം തോന്നിയിരുന്നു. ഒപ്പം തന്നെ അക്കാര്യത്തിൽ നല്ല സങ്കടവും ഉണ്ടായിരുന്നു. അങ്ങനെ പല പല കാര്യങ്ങൾ ഇവൾ അറിയാതെ തന്നെ ഇവൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇവൻ നേരിട്ട് ഇവളോട് പറയുന്നില്ല, മറിച്ച് ഇവളോട് പറയാനായി ഒരു കത്തിൽ എഴുതിക്കൊണ്ട് കൊടുക്കാനായി കൊണ്ടെന്നെങ്കിലും അത് കൊടുക്കാനായി അവന് സാധിച്ചില്ല. അങ്ങനെ വളരെ സങ്കടത്തോടെ അവനത് അവിടെ ഉപേക്ഷിച്ച് പോകുന്നു. സ്കൂളിൽ വെച്ച് പലപ്പോഴും വൂനിനോട് സംസാരിക്കാനായൊക്കെ യുൻസു ശ്രമിക്കുന്നുണ്ട്. അവൾ സർജറി കഴിഞ്ഞെത്തി ഇവിടെയാണ് ജോയിൻ ചെയ്തത്. പക്ഷെ അതിനുള്ള സിറ്റുവേഷൻ അവൾക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ 4 ടിക്കറ്റുകൾ വാട്ടർ തീം പാർക്കിലേക്ക് യുൻസു എടുക്കുന്നു. അവൾ അത് ബോറയെ കാണിക്കുന്ന സമയം വൂനിനോട് സംസാരിക്കാൻ നീ എനിക്ക് ഇതിലൂടെ അവസരം ഉണ്ടാക്കി തരണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹേജുനെ മാറ്റി നിർത്തി ബോറ അങ്ങ് പോവാണ്. വൂനും യുൻസുനും സംസാരിക്കാനായി. വൂനാണെങ്കിൽ ബോറയാണ് ശ്രദ്ധിക്കുന്നതെന്ന കാര്യം യുൻസുൻ ശ്രദ്ധിക്കുന്നു. പിന്നീട് റോളർ കോസ്റ്ററിൽ കയറാനായി ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് ഹേജിനെ കൊണ്ട് ബോറ പോകുമ്പോൾ വൂൻ യൂൻസുനോട് ഞാനും അതിൽ കയറാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവരുടെ പിറകെ പോകുന്നു. അതിനുശേഷം അവൻ നേരെ ചെന്ന് ഹേജുനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ബോറയുടെ അടുത്തിരുന്ന് റൈഡ് ചെയ്യാണ്. ഹേജുൻ തിരിച്ചു വരുന്നത് കണ്ട് യുൻസു എന്ത് പറ്റിയെന്ന് തിരക്കുമ്പോൾ ഹൈറ്റ് പേടിയുള്ള വൂൻ ബോറയ്ക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ആ റൈഡിൽ കയറിയതെന്ന് ഹേജുൻ അവിടെ നിന്ന് പിറുപിറുക്കാണ്. ഇത് കേൾക്കുന്ന യുൻസുന് അപ്പോൾ വൂനിന് ബോറ ഇഷ്ടമാണെന്ന് കൺഫേം ആകുന്നു.
പോകുന്നു. ഇതേ ടൈം റൈഡിൽ വല്ലാതെ പേടിച്ചിരിക്കുന്ന വൂനിനോട് കാര്യം എന്താണെന്ന് ബോറ തിരക്കുമ്പോൾ എനിക്ക് ഹൈറ്റ് വളരെ പേടിയാണെന്ന് അവൻ പറയുന്നു. പിന്നെ എന്തിനാ നീ ഇതിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ കൂടെ റൈഡ് എടുക്കാനായി വന്നതാണെന്ന് അവൻ പറയുന്നത് കേൾക്കുന്ന അവൾക്ക് ആകെ സങ്കടം തോന്നുന്നു. ഒപ്പം തന്നെ അവിടെ വെച്ച് റൈഡ് കഴിഞ്ഞ് സംസാരിക്കുന്ന സമയം അവൻ ന്യൂസിലൻഡിലേക്ക് തിരിച്ചു പോവുകയാണെന്ന കാര്യം അവളോട് പറയുന്നു. ഇവൾക്ക് വലിയ സങ്കടമുണ്ടെങ്കിലും അവൾ അങ്ങനെ അവന്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നില്ല. ഇവൾ തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് പോലും അറിയാതെ വൂൻ സങ്കടപ്പെടുകയാണ്. അങ്ങനെ അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് തിരിച്ച് താമസ സ്ഥലത്തേക്ക് പോകുന്ന സമയം യുൻസു വൂനിന് നിന്നോട് ഇഷ്ടമുള്ള പോലെ നിനക്കും അവനോട് തിരിച്ച് ഇഷ്ടമുണ്ടോ എന്ന് ബോറയോട് ചോദിക്കുന്നു. ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അത് തുറന്നു പറയാൻ സാധിക്കാതെ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ നീ എന്തുകൊണ്ട് എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ല? എനിക്ക് നിന്റെ ഫ്രണ്ട്ഷിപ്പിനേക്കാളും വലുതല്ല ഒന്നും. ഞാൻ ആദ്യമേ മാറി തന്നേനെയല്ലോ, മനഃപൂർവ്വം മറച്ചു വെച്ചതാണോ എന്നെല്ലാം ചോദിച്ച് ബോറയോട് ദേഷ്യപ്പെട്ട് യൂൻസു പോകുന്നു. ബോറയ്ക്ക് നടന്ന കാര്യങ്ങളുടെ ഒന്നും എക്സ്പ്ലനേഷൻ നൽകാനായി സാധിച്ചില്ല. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം വൂനിനെ കാണുന്ന യുൻസു ബോറയ്ക്ക് അവനോടുള്ള ഇഷ്ടത്തെ പറ്റി വെളിപ്പെടുത്തുന്നു. അവൾ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അവനോട് ഇത് തുറന്നു പറയാഞ്ഞത് എന്നെല്ലാം പറഞ്ഞ് അവന്റെ ഉള്ളിലെ എല്ലാ കൺഫ്യൂഷൻസും യുൻസു മാറ്റാണ്. അവൻ അതിനെപ്പറ്റി സംസാരിക്കാനായി ബോറയെ കാണാനായി വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവളുടെ വീട്ടിൽ അവൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. കാരണം അവളുടെ അനിയന് വയ്യാഴിക വന്നതുകൊണ്ട് തന്നെ അവളും കുടുംബവും ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ അന്ന് അവളെ ഒരുപാട് വിളിച്ചു നോക്കുന്നു. നേരം വെളുക്കും വരെ അവളുടെ വീടിന്റെ അവിടെ കാത്തു നിൽക്കുന്നു. പക്ഷെ ഹോസ്പിറ്റലിലായതുകൊണ്ട് അവള് കോളും കണ്ടില്ല, വീട്ടിലേക്ക് തിരിച്ചു വന്നുമില്ല. അവൾ പിന്നീട് എത്തുന്ന സമയത്താണ് വൂൻ ന്യൂസിലൻഡിലേക്ക് പോകാനായി സ്റ്റേഷനിലേക്ക് പോയിരിക്കുകയാണെന്ന് അറിയുന്നത്. അവൾ വേഗം തന്നെ ഹ്യുൻജുന്റെ കൂടെ അവിടേക്ക് ചെല്ലുന്നു. അവൾ ഭാഗ്യവശാൽ വൂനിനെ കാണുന്നുണ്ട്. അവനെ കണ്ട് സംസാരിക്കുന്ന അവൾ അവനോടുള്ള ഇഷ്ടമെല്ലാം തുറന്നു പറയുന്നു. അവനും ഒരുപാട് സന്തോഷവും ഒപ്പം സങ്കടവും ആകുന്നു. കാരണം അവൻ പോവുകയല്ലേ. അങ്ങനെ മടങ്ങി വരും വരെ കാത്തിരിക്കണമെന്ന് വാക്കുകൊടുത്ത് രണ്ടുപേരും പരസ്പരം യാത്ര പറഞ്ഞ് നിറ കണ്ണുകളോടെ പിരിയുകയാണ്. വണ്ടിയിലിരുന്ന് വൂനും സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ബോറയും ഒരുപാട് പൊട്ടിക്കരയുന്നുണ്ട്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ ഇമെയിലുകൾ വഴിയും ഫോൺ വഴിയും കോണ്ടാക്ട് ചെയ്യുന്നു. സ്കൂൾ പഠനം കഴിയുമ്പോൾ ഒന്നിച്ച് ഒരേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് ആപ്ലിക്കേഷനൊക്കെ അയക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷനും കിട്ടുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം വൂനിന്റെ കോണ്ടാക്ട് ഒന്നും ഇല്ലാതാവുകയാണ്. മെയിലില്ല, വിളിച്ചാൽ കിട്ടുന്നില്ല. അവൻ എന്ത് പറ്റിയെന്ന് ഇവൾക്കറിയില്ല. എന്തായാലും ഇവൾ ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കാനായി ചേരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകുന്നു. ഇവൾ ഫൈനൽ ഇയർ ആകുന്ന സമയത്ത് ഇവൾക്ക് വൂൻ എന്ന പേരിലുള്ള ഒരാളിൽ നിന്ന് ബ്ലൈൻഡ് ഡേറ്റ് വരുന്നുണ്ട്. ഇവൾ ആ സമയം പഴയ വൂനിനെ ഓർത്ത് വളരെ ഇമോഷണലായി വീണ്ടും അവനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ അവനോട് പറയും പോലെ ഇനി ഞാൻ നിന്നെ കാത്തിരിക്കില്ല, നീ വരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലെന്ന് അവനെ ഒരുപാട് മനസ്സിൽ പ്രാഗി തിരിച്ചു പോവാണ്. അങ്ങനെ ഇരിക്കെ അവൾക്ക് ഒരു എക്സിബിഷനിലേക്കുള്ള ടിക്കറ്റ് കൊറിയറായി വരുന്നു. അവൾ അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ മനോഹരമായ ഒരു പ്ലം ട്രീയുടെ വിഷ്വൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിയിൽ റിമെമ്പറിംഗ് വൂൻ എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ വെച്ച് ഒരാൾ അവളുടെ അടുത്തേക്ക് എത്തി സംസാരിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് വൂൻ മരിച്ചു എന്നും ഈ സംസാരിക്കുന്നത് വൂനിന്റെ ആ ഒരു ഇളയ സഹോദരനായ ജോസഫ് ആണെന്നും. അനിയൻ വൂനിന്റെ ചില ടേപ്സ് ഒക്കെ ബോറയ്ക്ക് കൊടുക്കാണ്. അത് വീട്ടിൽ കൊണ്ടുവന്ന് പ്ലേ ചെയ്യുന്ന ബോറ അതിൽ വൂൻ പലപ്പോഴായി ബോറ അറിഞ്ഞുകൊണ്ടും അറിയാതെയും റെക്കോർഡ് ചെയ്ത അവളുടെ വിഷ്വൽസ് കാണുന്നു. അതെല്ലാം കണ്ട് അവൾ വളരെയധികം സങ്കടപ്പെടുന്നു, സന്തോഷിക്കുന്നു, നൊസ്റ്റാൾജി അടിക്കുന്നു. വിഷ്വൽസിന്റെ അവസാനമായി ന്യൂസിലൻഡിൽ വെച്ച് വൂൻ സഹോദരന്റെ കൂടെ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉണ്ട്. ഇനി കൊറിയയിലേക്ക് തിരിച്ചു പോവരുതെന്ന് സഹോദരൻ പറയുമ്പോൾ എനിക്ക് തിരിച്ചു പോകണം, അവിടെ എന്നെ കാത്ത് ബോറ ഇരിപ്പുണ്ട് എന്ന് പറയുന്ന വൂൻ അനിയനെ കൊണ്ട് ബോറയ്ക്ക് ന്യൂ ഇയർ വിഷസ് നേരുന്നു. അതിനുശേഷം ക്യാമറയുടെ അടുത്തെത്തി അവൻ വളരെ സ്നേഹത്തോടെ അവളെ ന്യൂ ഇയർ വിഷ് ചെയ്യുന്നിടത്ത് ആ ഒരു ടേപ്പ് അവസാനിക്കുന്നു. ഇത് കണ്ട് വളരെയധികം ഇമോഷണൽ ആയിരിക്കുന്ന ബോറയെ കാണിച്ചുകൊണ്ട് വളരെയധികം ഇമോഷണൽ ആവുകയാണ് ബോറ. ഇവന്റെ മരണവാർത്ത അവളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. പക്ഷെ ഇപ്പോഴെങ്കിലും ഇവളിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ തന്നെ പറ്റിച്ചിട്ട് പോയെന്ന ചിന്തയിൽ അവന്റെ മനസ്സിൽ പ്രാഗി അവൾ ഓരോ ദിവസവും തള്ളി നീക്കിയേനെ. എന്തായാലും ഹൃദയത്തിൽ ഒരു നീറ്റൽ തന്ന് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.